നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. GST സമ്പാദ്യോത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരും. അവശ്യ സാധനങ്ങളുടെ വില കുറയും. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. വിലാപയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ കോഴിക്കോട് കോട്ടൂരിൽ. കാഞ്ഞിരക്കോട് വനം വകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതിയതായി പണികഴിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. 10 അടിയോളം താഴ്ചയിലാണ് റോഡ് ഇടിഞ്ഞത്. മേഖലയിൽ ഗതാഗതക്കുരുക്ക്. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. രാജ്യത്ത് നാളെ മുതൽ പുതിയ GST നിരക്ക് നിലവിൽ വരും. GST 5%, 18% നികുതി സ്ലാബുകൾ മാത്രമാകും. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരും. രാജ്യത്തെ അഭിസംബോധന ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത്. GST സമ്പാദ്യ ഉത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. GST ഇളവ് നിരക്ക് സാധാരണ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. പുതിയ പരിഷ്കാരം ഇന്ത്യയുടെ വികാസത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം, കർഷകർ, യുവാക്കൾ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. GST നിരക്ക് കുറയുന്നതോടെ അവശ്യ വസ്തുക്കളുടെ വില കുറയും. अपने सपने हैं. इस साल सरकार ने 12 लाख रुपए तक की इनकम को टैक्स फ्री करके एक उपहार दिया. മാർ ജേക്കബ് തൂങ്കുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. വാത്സല്യ പിതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി. ഖബറടക്കം തിങ്കളാഴ്ച കോഴിക്കോട് നടക്കും. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നിന്നും ഭൗതികദേഹം ആദ്യം തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിച്ചു. മാർ ബോസ്കോ പുത്തൂർ പ്രാരംഭ പ്രാർത്ഥന നടത്തി. ആദ്യഘട്ട കബറടക്ക ശുശ്രൂഷയ്ക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഡോളേഴ്സ് ബസിലിക്ക പള്ളിയിലേക്ക് 12:15 മുതൽ അവിടെ പൊതുദർശനം. വൈദികരും കന്യാസ്ത്രീകളും സാധാരണക്കാരുമായ ഒട്ടേറെ പേർ പ്രിയ ആചാര്യനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി. ആത്മീയ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബസിലിക്ക പള്ളിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. ബസിലിക്കയിൽ നിന്ന് സ്വരാജ് റൌണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രലിലേക്കുള്ള വിലാപയാത്രയിലും 100 കണക്കിന് പേർ പങ്കുചേർന്നു. ലൂർദ് പള്ളിയിൽ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു. മാർ ടോണി നീലങ്കാവിൽ, മാർ പ്രിൻസ് പാണയങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. മാർ പോളി കണ്ണൂക്കാടൻ സന്ദേശം നൽകി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ലൂർദ് പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 കബറടക്ക ശുശ്രൂഷയുടെ 2ാം ഘട്ടം ആരംഭിക്കും. മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും. തുടർന്ന് മാർ റാഫേൽ തട്ടിൽ ദിവ്യബലി അർപ്പിക്കും. മാർ ജോസഫ് പൊരുന്നേടം അനുസ്മരണ സന്ദേശം നൽകും. ശുശ്രൂഷകൾക്ക് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതികദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. 4 മുതൽ 6 വരെ ദേവഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. 6:30 കോട്ടൂളിയിലെ ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ ആസ്ഥാനമായ ഹോം ഓഫ് ലോ ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ കബറടക്ക ശുശ്രൂഷയുടെ സമാപന തിരുക്കർമ്മങ്ങൾ നടക്കും. ശുശ്രൂഷ നടക്കുന്ന തിങ്കളാഴ്ച തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിതാവിനോടുള്ള ആദരസൂചകമായി പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയും മറ്റ് തുണിത്തരങ്ങളുമാണ് ഭൗതികദേഹത്തിൽ സമർപ്പിക്കപ്പെട്ടത്. ഇവ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്തും. ഒരു ജനതയുടെ ഹൃദയത്തോട് ചേർന്നു നിന്ന വാത്സല്യ പിതാവിന് ആർദ്രമായ മനസ്സുകളോടെ യാത്രാമൊഴി. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ TCB കുടുംബത്തിന്റെയും ആദരാഞ്ജലികൾ. ടീം TCBക്ക് വേണ്ടി KB ലിബീഷ്, തൃശൂർ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുസ്മരിച്ചു. തൃശൂർ വ്യാകുല മാതാവിൻ ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച മാർ ജേക്കബ് തൂങ്കുഴിയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും സതീശൻ അനുസ്മരിച്ചു. ഒരു ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിൻ്റെ സന്ദേശം ഹൃദയത്തിലേറ്റി ആ ദർശനം സാധാരണ മനുഷ്യരിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് വൈദികനായിരിക്കുമ്പോഴും
അതിനുശേഷം പിതാവായി വന്നപ്പോഴും എല്ലാം അതിനുവേണ്ടി സമർപ്പിച്ചു. സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. സഭയുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ മുഴുവൻ ഭാഗമായി മാറാൻ കഴിഞ്ഞ, സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞ എല്ലാ ജനവിഭാഗങ്ങളിലും അവരുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടാണ് പിതാവ് മൺമറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഹൃദ്യമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതിന് വനം വകുപ്പ് കേസെടുത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപമാണ് ഉപരോധം നടന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നാണ് കാഞ്ഞിരക്കോട് സ്വദേശി മിഥുൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക, മിഥുന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകി സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപരോധം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഇത് ഇവിടുത്തെ ചാനൽ നിങ്ങൾ പറയണം. റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സഹകരണം പിന്നെ റിപ്പോർട്ടില്ല കാര്യങ്ങൾ പറയേണ്ട. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ മുരിങ്ങൂർ ജംഗ്ഷനിൽ മണ്ണിടിഞ്ഞു. തൃശൂർ എറണാകുളം റൂട്ടിൽ മുരിങ്ങൂരിലെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് എതിർവശത്തായിരുന്നു മണ്ണിടിഞ്ഞത്. സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് 7 അടിയോളം ആഴത്തിൽ തയ്യാറാക്കിയ കാനയുടെ മണ്ണാണ് കനത്ത മഴയിൽ ഇടിഞ്ഞത്. 20 മീറ്ററോളം ഇടിച്ചിൽ സംഭവിച്ചു. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. ഇതേ തുടർന്ന് ഗതാഗത സ്തംഭനവും രൂക്ഷമായി. മണ്ണിടിഞ്ഞ ഭാഗത്തടക്കം കാനയുടെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും മഴ തുടർന്നാൽ കൂടുതൽ സ്ഥലങ്ങളിൽ മണ്ണിടിയുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിക്കരയിലെ ടോൾ പിരിവ് നാളെ പുനരാരംഭിച്ചേക്കും. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ചില ഉപാധികൾ ഏർപ്പെടുത്തുമെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിക്കാൻ അനുമതി നൽകാമെന്നും ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാലേക്കരയിൽ ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതുക്കിയ ടോൾ ആയിരിക്കുമോ ഇനി മുതൽ ഈടാക്കുക എന്നത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷമേ വ്യക്തമാകൂ. എയിംസിന് വേണ്ടി തൃശൂരിൽ സ്ഥലം തരാത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അവണിശ്ശേരി പാലയ്ക്കൽ ശെരിശ്ശേരിക്കാവ് ക്ഷേത്രത്തിന് സമീപം നടന്ന കലുങ്ക് സൌഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ എയിംസ് വന്നാൽ MP എന്ന നിലയിൽ എനിക്ക് ഗരിമയാകും. അതിനെ തടയുകയാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂരിൽ എയിംസ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിക്കാത്തതിനു പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. തൃശൂരിൽ എയിംസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് ചീഫ് സെക്രട്ടറി അയച്ച കത്തിൽ ഉള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. 2016 മുതൽ കേരളത്തിന് എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കേരളത്തിൽ എയിംസ് വരുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഉറപ്പു നൽകിയതാണ്. പലതവണ അത് സഭയിലടക്കം പറഞ്ഞിട്ടുണ്ട്. വികസന കാര്യത്തിൽ ആലപ്പുഴ വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണെന്നും അതുകൊണ്ടാണ് എയിംസ് ആലപ്പുഴയിൽ വരട്ടെ എന്ന് താൻ നിലപാട് സ്വീകരിച്ചതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ഇടുക്കിക്ക് ഒരു സർപ്രൈസ് വികസനം കാത്തിരിപ്പുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലുങ്ക് സൌഹൃദ വികസന സംവാദത്തിന് മുന്നോടിയായി ഫണ്ട് ഉപയോഗിച്ച് അവണിശ്ശേരി പഞ്ചായത്തിൽ നിർമ്മിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ എന്നിവർ പങ്കെടുത്തു. ദേശീയപാത ചന്ദ്രാപിന്നിയിൽ ടിപ്പർ ലോറിയിടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കയ്പമംഗലം സ്വദേശി ചൂലുകാരൻ 89 വയസ്സുള്ള സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. CJ സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടിപ്പർ ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ച് റോഡിലേക്ക് വീണ CJയുടെ ദേഹത്തുകൂടി ടിപ്പർ ലോറി കയറി ഇറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചിറ്റണ്ട തൃക്കണപതിയാരം സെന്ററിന് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് പരിക്കേറ്റു. മലപ്പുറം സ്വദേശി പുത്തൻതൊടി വീട്ടിൽ വിഷ്ണു വിവേകിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ പാതയോരത്തെ കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചാവക്കാട് ഇരട്ടപ്പുഴയിൽ വീട്ടിലെ ഫ്രിഡ്ജ് തീ പിടിച്ച് പൊട്ടിത്തെറിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഇരട്ടപ്പുഴ കണ്ണമ്മൂട് ഹെവൻലി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കല്ലിപ്പറമ്പിൽ ഷഹർബാന്റെ വീട്ടിലാണ് സംഭവം. ഷഹർബാന്റെ മകളാണ് ഫ്രിഡ്ജിന് തീ പിടിക്കുന്നത് കണ്ടത്. ഷഹർബാന്റെ 80 വയസ്സുള്ള കിടപ്പ് രോഗിയായ മാതാവിനെ പുറത്തേക്ക് എത്തിച്ച് ഉടൻ ഉഗ്രശബ്ദത്തോടെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വീടിന്റെ ചുമരിന് കേടുപാട് സംഭവിച്ചു. വീട്ടിലെ മറ്റ് സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെ ഒരു 3 മണി 2:45 സമയത്താണ് പെട്ടെന്ന് കരണ്ട് പോയപ്പോൾ മോൾക്ക് ഉണർച്ച വന്നതാണ്. അപ്പോൾ മോൾക്ക് ഉണർച്ച വന്ന് നോക്കിയപ്പോൾ അകത്ത് വിളിച്ചു. അപ്പോൾ അവൾ എനിക്ക് നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കത്തണം. അപ്പോൾ അവൾ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ ഫ്രിഡ്ജ് കത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിട്ട് അടുത്തുള്ള വീട്ടിലൊക്കെ വിളിച്ചെടുപ്പിച്ചു. അപ്പോഴേക്ക് ഞാനും ഉമ്മാനെ താങ്ങിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനും ഉമ്മയും കൂടി വാതിലിൻ്റെ അവിടെ വീണ് ഉമ്മാനെടുത്തിട്ട് പൊന്തറിയില്ല. ഉമ്മ നടക്കാനൊന്നും വയ്യാതെ തളർന്ന് കിടക്കണം. തൃശൂർ ജില്ലയിൽ ആദ്യമായി അരങ്ങേറിയ പിക്കിൾ ബോൾ ടൂർണമെന്റിന് ആവേശകരമായ പ്രതികരണം. പ്രായവ്യത്യാസമില്ലാതെ നിരവധി പേർ ടൂർണമെന്റിന്റെ ഭാഗമായി. രാജ്യത്ത് അതിവേഗം വളരുന്ന കായിക വിനോദമായ പിക്കിൾ ബോൾ തൃശൂരിന്റെ കോർട്ടിലുമെത്തി. പുഴയ്ക്കൽ കിണറ്റിങ്കൽ ടെന്നീസ് അക്കാദമിയിൽ നടന്ന ജില്ലയിലെ ആദ്യ ടൂർണമെന്റിൽ 100-ലേറെ പേർ കളത്തിലിറങ്ങി. പിക്കിൾ ബോൾ ആരോഗ്യത്തിനും ആനന്ദത്തിനും എന്ന മുദ്രാവാക്യവുമായി തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷനും തൃശൂർ ടെന്നീസ് ട്രസ്റ്റും ചേർന്നാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് പിക്കിൾ ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഗീവർ സക്കറിയ, വൈസ് പ്രസിഡന്റുമാരായ കെന്നി പാപ്പു, ഫ്രാൻസിസ് തറയിൽ, സെക്രട്ടറി ഡാനിയൽ ഡേവിസ്, തൃശൂർ ടെന്നീസ് ട്രസ്റ്റ് സെക്രട്ടറി അംജാദ് ഷഹീർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ അതിവേഗം പ്രചാരം വർദ്ധിച്ചു വരുന്ന ഗെയിമാണ് പിക്കിൾ ബോൾ. രാജ്യത്തിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത 60,000-ഓളം കളിക്കാരുണ്ട്. വിനോദത്തിനു വേണ്ടി കളിക്കുന്നവർ അതിന്റെ 10 മടങ്ങ് വരും. കേരളവും ഒട്ടും പിന്നിലല്ല. ഇക്കൊല്ലം സംസ്ഥാനത്ത് 3 ടൂർണമെന്റ് നടന്നു കഴിഞ്ഞു. പിക്കിൾ ബോളിന്റെ ജനപ്രീതിക്ക് പല കാരണങ്ങളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കും കളിക്കാമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കളത്തിലിറങ്ങാനാകും. അതുകൊണ്ട് തന്നെ മുത്തച്ഛന്മാരും മുത്തശ്ശികളും പേരക്കുട്ടികളുമായി കളിക്കുന്നത് സാധാരണയാണ്. പഠിച്ചെടുക്കാനും എളുപ്പമാണ്. അരമണിക്കൂർ പരിശീലിച്ചാൽ സാമാന്യം നന്നായി കളിക്കാം. നല്ല വ്യായാമം നൽകുന്ന ഈ കളി ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും പ്രയോജനപ്പെടും. കളി ഉപകരണങ്ങൾക്ക് വലിയ ചിലവില്ല. ഇൻഡോർ കോർട്ട് വേണമെന്നില്ല. ചെറിയ സ്ഥലം മതിയാകും. ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ അതേ വിസ്തീർണമാണ് പിക്കിൾ ബോളിനും വേണ്ടത്. ടെന്നീസിനെ പോലെ താഴ്ത്തി കെട്ടിയ നെറ്റാണ് ഉപയോഗിക്കുന്നത്. നടുക്ക് 34 ഇഞ്ചും വശങ്ങളിൽ 36 ഇഞ്ചും പൊക്കമുണ്ടാകും. ടെന്നീസ് ബോളിനേക്കാൾ വലിപ്പമുള്ള നിറയെ ദ്വാരങ്ങളുള്ള പ്ലാസ്റ്റിക് ബോളുകളാണ് പിക്കിൾ ബോളിൻ്റേത്. പന്ത് തട്ടാനുള്ള റാക്കറ്റിനെ പാഡിൽ എന്ന് വിളിക്കുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ ടെന്നീസിന്റെയും ബാഡ്മിന്റന്റെയും ടേബിൾ ടെന്നീസിന്റെയും മിശ്രിതമാണ് ഈ കളിയെന്ന് പറയാം. എന്നാൽ പിക്കിൾ ബോളിന് മാത്രമായി ചില നിയമങ്ങളുണ്ട്. കിച്ചൺ നിയമം, ഇരട്ട ബൗൺസ് നിയമം, അണ്ടർഹാൻഡ് സെർവ് എന്നിവയാണ് അവയിൽ പ്രധാനം. 2 പോയിന്റ് വ്യത്യാസത്തോടെ ആദ്യം 11 പോയിന്റ് കിട്ടിയ ടീമാണ് വിജയിക്കുക. അപ്പോൾ എങ്ങനാ, പാടിൽ കയ്യിലെടുക്കുമല്ലേ? നമുക്ക് പറന്ന് കളിക്കാനേ. ക്യാമറമാൻ പ്രവീണിനൊപ്പം KB ലിബീഷ്, TCV. കയ്പമംഗലത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ വല നശിച്ചു. അഴീക്കോട് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ കയ്പമംഗലം സ്വദേശി കോഴിപ്പറമ്പിൽ അജോയുടെ വള്ളത്തിലെ വലയാണ് നശിച്ചത്. കടലിൽ കിടന്നിരുന്ന കണ്ടെയ്നറിലോ മറ്റോ കുടുങ്ങിയാണ് വല നശിച്ചത്. വല തിരിച്ചെടുക്കാൻ കഴിയാതായതോടെ മറ്റ് 2 വള്ളക്കാരെ വിളിച്ചു വരുത്തിയാണ് വല പകുതിയോളം മുറിച്ചെടുത്തത്. പകുതി വല കടലിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. 50ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന വള്ളത്തിലെ വലയാണ് നശിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. നിരന്തരമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ജാൻഡി തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3-4 വള്ളക്കാർക്ക് സംഭവം സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളെ നഷ്ടം വന്നിരിക്കുന്ന കാര്യം വെച്ചാൽ 10 ലക്ഷത്തോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് മുന്നോട്ട് പോകുന്നത് പലിശക്ക് പണം കൊടുത്തിട്ടും അതുപോലെ തന്നെ സൊസൈറ്റി കളികളും അടവുകളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. പണികൾ വളരെ മോശമാണ്. അടങ്ങുന്ന വെള്ളമാണ്. ഈ 50 കുടുംബം പട്ടിണിയാണ്. പുതിയ വല വാങ്ങി നെയ്തെടുത്ത് പണിക്കിറങ്ങാൻ 10 ദിവസത്തോളം വേണ്ടിവരും. 2 ആഴ്ച മുമ്പ് നാട്ടികയിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഗുരുദക്ഷിണ എന്ന വള്ളത്തിലെ വലയും നശിച്ചിരുന്നു. ഇടവേള.
KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC, non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിക്ക് തൃശൂരിൽ ചികിത്സ. അകമലവാരം ചേമ്പറയിലെ പറമ്പിലാണ് 1 വയസ്സിൽ താഴെ പ്രായമുള്ള ആൺപുലിക്കുട്ടിയെ കണ്ടെത്തിയത്. വലവെച്ച് പിടികൂടിയ പുലിക്കുട്ടിക്ക് പുത്തൂരിലാണ് ചികിത്സ നൽകുന്നത്. പുലിക്കുട്ടി ആഹാരം കഴിക്കുന്നതായും കാലിന് പരിക്കുള്ളതിനാൽ നാളെ എക്സ്റേ എടുക്കുമെന്നും അധികൃതർ പറഞ്ഞു. ചേറൂരിൽ മധ്യവയസ്കൻ ഭാര്യ വീടിന് മുന്നിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കട്ടിലപ്പൂവം സ്വദേശി നെടുങ്ങാട്ടിൽ വീട്ടിൽ സന്ദീപാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കുടുംബവഴക്കാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമെന്ന് പറയുന്നു. ഗുരുതരമായ തീപ്പൊള്ളലേറ്റ സന്ദീപിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാതെ നടത്തുന്ന ഗാലറിയുടെ നിർമ്മാണ പ്രവർത്തനം ആക്ഷൻ കമ്മിറ്റി തടഞ്ഞു. ഗ്രൗണ്ടിന്റെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന്റെ സ്ഥലം റോഡായി ഉപയോഗിക്കുകയും സ്ഥലം കയ്യേറി മതിൽ കെട്ടിയതായും പരാതിയുണ്ട്. സർവേയിൽ കയ്യേറ്റം കണ്ടെത്തി. എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തിയെടുക്കാതെ കയ്യേറ്റ ഭൂമി വിട്ടുനൽകുന്ന തരത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണമെന്നും ആരോപണമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കൂ എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോൺട്രാക്ടറെയും ഉദ്യോഗസ്ഥരെയും അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ PL തോബിയാസ്, വൈസ് ചെയർമാൻ PP യേശുദാസ്, ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട്ട്, ജോയിന്റ് കൺവീനർ സന്താൾ അത്താണിക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പൊതുമുതൽ കയ്യേറ്റത്തിനെതിരെ നിയമ നടപടികളും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പൊന്നാനി തൃക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ പുതുതായി നിർമ്മിച്ച ബലിക്കൽപുരയുടെ നിർമ്മാണം പൂർത്തിയായി. ശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പം നിർമ്മിച്ചത്. മുഖപ്പുകൾ, ചാരുകാലുകൾ, വ്യാളിരൂപങ്ങൾ, നവഗ്രഹങ്ങൾ, ഗരുഡശില്പം, കൃഷ്ണൻ, ലക്ഷ്മീദേവി, പക്ഷിമാല, മൃഗമാല, ലതകൾ എന്നിവ ആലേഖനം ചെയ്തിട്ടുണ്ട്. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് കൈക്കണക്കുകൾ തയ്യാറാക്കിയത്. തൃക്കാവ് ഈശ്വര നിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് ബലിക്കൽപുര വഴിപാടായി സമർപ്പിച്ചത്. അഖില കേരള എഴുത്തച്ഛൻ സമാജം വെള്ളാനിക്കര ശാഖ മുൻ പ്രസിഡന്റ് PN ഗോവിന്ദൻ എഴുത്തച്ഛന്റെ 1ാം ചരമവാർഷികം അനുസ്മരണ യോഗം നടത്തി. മാടക്കത്തറ പഞ്ചായത്ത് മെമ്പർ തുളസി സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ VG അധ്യക്ഷത വഹിച്ചു. എഴുത്തച്ഛൻ സാംസ്കാരിക വേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KKS കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. സെക്രട്ടറി AK ഉണ്ണികൃഷ്ണൻ, മുൻ പഞ്ചായത്ത് മെമ്പർ VS ഗോപി, MR വിശാലാക്ഷൻ, PN രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പിഷാരടി സമാജം സാഹിത്യ പുരസ്കാര സമർപ്പണവും പിഷാരടി എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ സൊസൈറ്റി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സ്കോളർഷിപ്പ് വിതരണവും തൃശൂരിൽ നടന്നു. കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുളസീദളം സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും പ്രഭാഷകനുമായ PR നാഥന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനും, തുളസീദളം സർഗപ്രതിഭ പുരസ്കാരം എഴുത്തുകാരൻ രാജഗോപാൽ ആനായത്തിന് തുളസീദളം ചീഫ് എഡിറ്റർ AP സരസ്വതിയും സമർപ്പിച്ചു. പിഷാരടി സമാജം പ്രസിഡന്റ് A രാമചന്ദ്ര പിഷാരടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP ഹരികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KP മുരളി, VP മധു തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരിയിൽ വൈദ്യുതി തൂണിലൂടെ മുകളിൽ കയറിയ മലമ്പാമ്പ് ഷോക്കേറ്റ് ചത്തു. കണ്ടാണശ്ശേരി ശങ്കരംകുളത്ത് ഇന്ന് പുലർച്ചെയാണ് സംഭവം. വൈദ്യുതി ലൈനിൽ സ്പർശിച്ച പാമ്പിന് ഷോക്കേൽക്കുന്നത് കണ്ട് നാട്ടുകാർ ഫയർഫോഴ്സിലും KSEBയിലും വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി വൈദ്യുതി ലൈനിൽ നിന്ന് പാമ്പിനെ രക്ഷപ്പെടുത്തി. ഷോക്കേറ്റ് ശരീരം പൊള്ളിയിരുന്നുവെങ്കിലും ജീവനുണ്ടായിരുന്നു. ഉടൻ തന്നെ കുന്നംകുളം മൃഗാശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചത്തു. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ തമ്പുരാൻപടിയിൽ വൈദ്യുതി
വൈദ്യുതി തൂണിലൂടെ കയറിയ മലമ്പാമ്പിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷപ്പെടുത്തിയിരുന്നു. സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സപ്തതി ആശംസകളുമായി ഗീതം സംഗീതം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചക്രമാവിൻ മുറ്റത്ത് എന്ന പേരിൽ ഷിബു ചക്രവർത്തി ഔസേപ്പച്ചൻ ഗാനസന്ധ്യ സംഘടിപ്പിച്ചു. സംഗീതരംഗത്ത് 50 വർഷം പൂർത്തിയാക്കുകയും 70ാം പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ഔസേപ്പച്ചനും ഗാനരചയിതാവായി 40 വർഷം പൂർത്തിയാക്കിയ ഷിബു ചക്രവർത്തിക്കും ആദരമർപ്പിച്ച് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയ ഗാനസന്ധ്യ വയലാർ ശരത് ചന്ദ്രവർമ്മ, റഫീഖ് അഹമ്മദ്, ഡോക്ടർ മധു വാസുദേവൻ, VK ഹരിനാരായണൻ, ഹരി ഏറ്റുമാനൂർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഔസേപ്പച്ചനെയും ഷിബു ചക്രവർത്തിയെയും ആദരിച്ചു. ഗാനഗന്ധർവൻ യേശുദാസ് ഔസേപ്പച്ചന് 70ാം പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സന്ദേശം അയച്ചു. ഗീതം സംഗീതം പ്രസിഡന്റ് മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി ജയരാജ് വാര്യർ, സെക്രട്ടറി സുകുമാരൻ, ചിത്ര സൗധം, മധു ആനല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരി ഏറ്റുമാനൂരിന്റെ പാട്ടെഴുത്തിന്റെ 50 ആണ്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ജയരാജ് വാര്യരുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകരായ സുദീപ് കുമാർ, മൃദുല വാര്യർ, നിഖിൽ മാത്യു, എടപ്പാൾ വിശ്വനാഥ്, റീന മുരളി, ഇന്ദുലേഖ വാര്യർ എന്നിവരോടൊപ്പം ഗീതം സംഗീതം അംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച ചക്രമാവിൻ മുറ്റത്ത് എന്ന ഗാനസന്ധ്യയും അരങ്ങേറി. ശ്രീ മധുവാസുദേവൻ എന്ന ഗാനം എല്ലാക്കരമായി വിജയലക്ഷ്മി പാടി നൽകിയ ആ മനോഹരമായ ഗാനത്തിന്റെ ഗാനരചന വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,280, പവന് 82,240. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. GST സമ്പാദ്യോത്സവത്തിന് നാളെ മുതൽ തുടക്കമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 99% സാധനങ്ങളും 5% സ്ലാബിൽ വരും. അവശ്യ സാധനങ്ങളുടെ വില കുറയും. മാർ ജേക്കബ് തൂമ്പുഴിക്ക് സാംസ്കാരിക നഗരിയുടെ ബാഷ്പാഞ്ജലി. വിലാപയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ കോഴിക്കോട് കോട്ടൂരിൽ. കാഞ്ഞിരക്കോട് വനം വകുപ്പ് കേസെടുത്ത യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. യുവാവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ചാലക്കുടി മുരിങ്ങൂർ അടിപ്പാതയ്ക്ക് സമീപം പുതിയതായി പണി കഴിച്ച സർവീസ് റോഡ് ഇടിഞ്ഞു. 10 അടിയോളം താഴ്ചയിലാണ് റോഡ് ഇടിഞ്ഞത്. മേഖലയിൽ ഗതാഗതക്കുരുക്ക്. എയിംസ് ആലപ്പുഴയിൽ തന്നെയെന്ന് ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എതിർത്താൽ എയിംസ് തൃശൂരിൽ കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.